390 പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 2013 KTM ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഒരു സിംഗിൾ സിലിണ്ടറിൽ ഏറ്റവും കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് BS3 Duke 390 ആണ്. 390 പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 2013 KTM ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് 2015 എഡിഷനാണ്. ആ 2013 മോഡലിനെ വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടിയിൽ കുറച്ച് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. ആ അപ്ഡേഷൻസ് എന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടിയുടെ ലുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ആ പ്രീവിയസ് മോഡലിനെ വെച്ച് നോക്കുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ആകെ ഡിഫറൻസ് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പെയിൻറ്റ് സ്കീമിലാണ്. പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ആ ഫസ്റ്റ് ഇറങ്ങിയ മോഡലിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളർ സ്കീം തന്നെയാണ്. കാരണം ഈ വണ്ടിയുടെ ലുക്കിന് കുറച്ചുകൂടി സ്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ്. അടുത്തതായിട്ട് നമ്മളിപ്പോൾ വരുവാണെങ്കിൽ എഞ്ചിൻ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഏകദേശം സിംഗിൾ സിലിണ്ടറിൽ ഏറ്റവും കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ സ്പെക്ക് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. എന്നാലും ജസ്റ്റ് ബ്രീഫ് ചെയ്ത് പറയാം. ഏകദേശം 371 cc ഉള്ള ഒരു എഞ്ചിനാണിത്. 9000 RPM 44 bhp ഉള്ള ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 7500 RPM 35 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ നിങ്ങളോട് ആദ്യം പറഞ്ഞായിരുന്നു ആ പ്രീവിയസ് വെർഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ എഞ്ചിന് വന്നേക്കുന്ന 2 അപ്ഡേഷൻസ് ഞാൻ പറഞ്ഞു വെച്ചാൽ, ഒന്ന് വന്നേക്കെന്ന് പറഞ്ഞാൽ ആദ്യം ഇറങ്ങിയ മോഡലിനെ വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടിയിൽ സ്ലിപ്പർ ക്ലച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം സ്ലിപ്പർ ക്ലച്ച് എന്താണെന്ന് ഒട്ടുമിക്കവർക്ക് അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇത് നല്ല രീതിയിലൊരു എഞ്ചിൻ ബ്രേക്കിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ നല്ലൊരു സ്പീഡിൽ പോകുന്ന ടൈമിൽ, ഇപ്പം നിങ്ങൾ 60 ഗിയർ നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് ഇൻ കേസ് നിങ്ങൾക്ക് 60 എന്നൊരു 4th തേർഡിലോട്ട് വന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നാൽ ബാക്കിലത്തെ വീല് ലോക്കാകാൻ ചാൻസ് ഉണ്ട്, എഞ്ചിൻ ബ്രേക്കിംഗ് ഉള്ളതുകൊണ്ട്. അപ്പം അതിപ്പോൾ ഒരു കോർണറിലായിട്ട് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ വണ്ടി നിങ്ങളുടെ സ്പീഡായിട്ട് നിങ്ങൾ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സ്ലിപ്പർ ക്ലച്ച് ഇവിടെ യൂസ്ഫുൾ ആകുന്നത്. ഇതിൽ വന്ന വേറൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ, ഇതിന് മുമ്പുള്ള മോഡലിൽ വണ്ടി കണ്ടമാനം ഹീറ്റായിട്ട് നല്ല രീതിയിൽ ഓവർ ഹീറ്റായിട്ട് വണ്ടി ഷട്ട് ഡൗൺ ആവുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വണ്ടിയിൽ ആ ഒരു പ്രോബ്ലം നമ്മൾ നല്ല രീതിയിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ടൈറ്റ് ട്രാഫിക് വല്ലതും ചെല്ലുവാണെങ്കിൽ വണ്ടി നല്ല രീതിയിൽ ഹീറ്റായിട്ട് വണ്ടി നിന്ന് പോയിരുന്നു. പിന്നെ വണ്ടി തന്നെ തണുക്കാതെ വണ്ടി സ്റ്റാർട്ടാകത്തില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ആ ഒരു മോഡൽ നോക്കുമ്പോൾ. പക്ഷേ ഈ ഒരു മോഡൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് പറയുകയാണെങ്കിൽ ബ്രേക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒട്ടുമിക്കവരും പറയുന്നത് ഈ വണ്ടിയുടെ ഒരു ബ്രേക്കിംഗ് ഈ ഒരു പെർഫോമൻസിന് ആപ്റ്റ് ആണെന്നല്ല. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത് ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസിനെ പിടിച്ചു നിർത്താനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ ഈ ബ്രേക്കിങ്ങിനുണ്ട്. പിന്നെ അത് യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ വണ്ടിയുടെ ബ്രേക്കിംഗ് പ്ലസ് എൻജിൻ ബ്രേക്കിംഗ് നമ്മൾ ആ ഒരു കോമ്പോ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഇനിഷ്യൽ ബൈറ്റ് കുറവാണ്, അത് ഞാൻ സമ്മതിക്കും. പക്ഷേ വണ്ടിയുടെ ആ ഒരു പെർഫോമൻസിനെ പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവൊക്കെ ഈ ബ്രേക്കിങ്ങിനുണ്ട്. പിന്നെ ബ്രേക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ട് വരുന്ന ഒരു 300 mm ഡിസ്ക്കാണ്, ബാക്ക് വരുന്നത് 230 mm ഡിസ്ക്കാണ്. വണ്ടിക്ക് സ്റ്റാൻഡേർഡായിട്ട് തന്നെ ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു സെഗ്മെൻറ്റിൽ ഡ്യുവൽ ചാനൽ ABS സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ഒരു വണ്ടി ഇത് മാത്രമേ ഉള്ളായിരുന്നു. അതും ഒരു നല്ലൊരു അപ്ഡേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അടുത്തത് മീറ്റർ കൺസോളിലോട്ട് കിടക്കുകയാണെങ്കിൽ ഒരു ഫുള്ളി ലോഡഡ് മീറ്റർ കൺസോൾ എന്നാണ് ഇതിനെ പറയാം. കാണാൻ ആളത്ര ചെറുതാണെങ്കിലും ഇതിനകത്ത് ഇല്ലാത്തതായിട്ടൊന്നുമില്ല. നിങ്ങളിപ്പോൾ നോക്കി തന്നെ കാണാം, ടാക്കോമീറ്റർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ, 2 ട്രിപ്പ് മീറ്റർ ഉണ്ട്. പിന്നെ സർവീസ് റീസെറ്റ്, പിന്നെ ആവറേജ് ഫ്യൂവൽ ടു MT, ഡിസ്റ്റൻസ് ടു MT, ആവറേജ് ഫ്യൂവൽ കൺസംപ്ഷൻ, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് ആ മീറ്ററിനകത്ത് നോക്കി കാണാം. പിന്നെ എനിക്ക് ഈ മീറ്ററിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണ്. ഇപ്പം വണ്ടി എത്ര പുതിയതാണെന്ന് പറഞ്ഞാലും ജസ്റ്റ് ഒന്ന് മഴ നനഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒന്ന് വെയിലടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ മീറ്റർ കൺസോളിനകത്ത് ഫോഗ് അടിക്കുന്നുണ്ടായിരുന്നു. അത് KTMൻ്റെ പൊതുവെ വരുന്നൊരു വിഷയമായിരുന്നു. KTMനോട് ഷോറൂമിൽ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു നാച്ചുറൽ ഫിനോമിനാണ് അവർ പറയുന്നത്. പക്ഷേ അതൊരു നാച്ചുറൽ ഫിനോമിനായിട്ട് കാണാൻ എനിക്ക് താല്പര്യമില്ല, അതൊരു ക്വാളിറ്റി ഇഷ്യൂ തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്വിച്ചസിൻ്റെ ക്വാളിറ്റിയാണ്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ സ്വിച്ച് എല്ലാം കുറഞ്ഞ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് കീറിപ്പോയിട്ട് ഇതിനകത്തൂടെ വെള്ളം കീറി ഈ ഒരു മീറ്റർ കൺസോൾ അടിച്ചു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് ഇത്. ഇവനപ്പം ഈ ഒരു കവർ മാത്രം രണ്ടാമത് റീപ്ലേസ് ചെയ്തതാണ്. ഇപ്പം ഇൻ കേസ് ഇതിനകത്തൂടെ വെള്ളം കയറി മീറ്റർ കൺസോൾ അടിച്ചു പോയി ഏകദേശം 9000 വരെ ഈ ഒരു യൂണിറ്റിന് പ്രൈസ് ഉണ്ട്. ഇതിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം എല്ലാ വണ്ടിയിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. കിൽ സ്വിച്ച്, ഹെഡ്ലൈറ്റ്, സെൽഫ്, പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ പാസ്, ലോ ബീം, ഹൈ ബീം ഇൻഡിക്കേറ്റർ, പിന്നെ ഹോൺ. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വന്നുകൊണ്ട് തന്നെ ഞാൻ ക്ലച്ചിൻ്റെ ഒരു കാര്യം പറയാം. ക്ലച്ചിൻ്റെ ഫീലെന്ന് പറഞ്ഞാൽ മോഡറേറ്റ്ലി ലൈറ്റാണ്, എന്നാൽ അത്ര ഹാർഡും അല്ല അത്ര ലൈറ്റും അല്ല, ആ ഒരു മോഡറേറ്റ്ലി ലൈറ്റാണെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ ടയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിലൊരു 110 സെക്ഷൻ ടയറും ബാക്കിൽ 150 സെക്ഷൻ ടയറും ഉണ്ടായിരുന്നു. ഇതിന് സ്റ്റോക്ക് വന്ന ടയർ മെറ്റ്സലേഴ്സ് ആയിരുന്നു. ഓക്കെ, അതിന് ഏകദേശം ഒരു 4000 കിലോമീറ്റർ ലൈഫ് കിട്ടുള്ളൂ. ഈ വണ്ടിയിൽ ഇപ്പം 33 ക്ലോക്ക് കിട്ടുന്നുണ്ട് ഈ വണ്ടിയിൽ ഇപ്പം ഇതുവരെ.
ആ ഇത്രയും കിലോമീറ്ററിനിടയ്ക്ക് ഒരു 4 സെറ്റ് ടയറുള്ള ഈ വണ്ടി മാറിയിട്ടുണ്ട്. ആദ്യം കിടന്ന സ്റ്റോക്ക് ടയർ ഒരു 4000 കിലോമീറ്ററാണ് മാറിയത്. പിന്നെ രണ്ടാമത് 2 സെറ്റ് മാറിയത് രണ്ടും മിഷലിൻ്റെ പൈലറ്റ് സ്ട്രീറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഫ്രണ്ടിൽ പിർലി കെട്ടിയിട്ടുണ്ട്, പിർലി റോസ് കെട്ടിയിട്ടുണ്ട്, ബാക്കിൽ മിഷലിൻ റോഡ് ട്രക്കാണ് കെട്ടിയിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ ടയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. എന്നുവെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള ടയർ തന്നെ വാങ്ങിച്ചിടുക. അത്യാവശ്യം സ്റ്റിക്കി ആയിട്ടുള്ള ടയർ തന്നെ ഈ വണ്ടിയിലിട്ടാലേ ഈ വണ്ടിയുടെ ഒരു ഫുൾ പെർഫോമൻസ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ടയറിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ടയറിന് പകരം ഇച്ചിരി ചീപ്പറായിട്ടുള്ളൊരു ടയർ ബഡ്ജറ്റ് നോക്കി വാങ്ങിച്ചിടുകയാണെങ്കിൽ അത് നിങ്ങളുടെ പെർഫോമൻസ്, വണ്ടിയുടെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യും, ബ്രേക്കിങ്ങിനെ അഫക്റ്റ് ചെയ്യും, സ്റ്റെബിലിറ്റി അഫക്റ്റ് ചെയ്യും. നിങ്ങളിപ്പം ചില യൂട്യൂബ് ചാനലൊക്കെ നോക്കി കാണാം, ഒരു 110 അല്ലെങ്കിൽ 120 ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ 390 തന്നെയാണെങ്കിലും വണ്ടി വോബിൾ ചെയ്യുന്നത്. അത് ഒരു ടയറിൻ്റെ ഒരു ഇഷ്യൂയാണ്. ക്വാളിറ്റി ഇല്ലാത്ത ടയർ വെച്ചിട്ട് വണ്ടി വോബിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം വണ്ടിയുടെ ഒരു സ്റ്റെബിലിറ്റിയും ബാലൻസിനെയും കൺട്രോളിലൊക്കെ ടയറിന് നല്ലൊരു റോളാണ്. അപ്പം ടയറിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു കോംപ്രമൈസും ചെയ്യില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ഹെഡ്ലൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു നോർമൽ ഒരു കുട്ടി ഹെഡ്ലൈറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ഹാലജനാണ്. ഇതിൻ്റെ വിസിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു നോർമൽ സിറ്റി റൈഡ് അങ്ങനെയുള്ള നൈറ്റ് റൈഡൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വിസിബിലിറ്റി ഇരുന്നുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു ടൂറിംഗ് പർപ്പസോ അല്ലെങ്കിൽ ഒരു ഹൈവേ ടൂറിങ് അങ്ങനെ ഒരു നൈറ്റിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റായിട്ട് കുറച്ച് ഓസിലറീസോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്കത് കുറച്ച് പോരാമായിട്ട് തോന്നും. അല്ലാതെ ഒരു നോർമൽ റോഡിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വിസിബിലിറ്റി വരുന്നൊരു ഹെഡ്ലൈറ്റാണ്. പിന്നെ ഇൻഡിക്കേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ടിപ്പിക്കൽ KTMൻ്റെ LED ഇൻഡിക്കേറ്റേഴ്സാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇപ്പോൾ ഒരു ക്രാഷിനെയൊക്കെ സർവൈവ് ചെയ്യാനുള്ള ഒരു ബലമൊക്കെയാണുണ്ട്. പിന്നെ ഇൻ കേസ് അത് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്ററാണ്. പെർ പീസ് 600 രൂപ കണ്ടുണ്ട്. അടുത്തത് സസ്പെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ WTയുടെ ഒരു അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്, ഒരു 43 mm. ഇതിന് കഴിഞ്ഞ മോഡലിൽ വെച്ച് നോക്കുമ്പോൾ ഇതിന് കഴിഞ്ഞ മോഡലിൽ ഒരു പ്രോബ്ലം ഉണ്ടായെന്ന് വെച്ചാൽ ഈ ഒരു ഓയിൽ സീൽ ലീക്കായിട്ട് ഓയിൽ ഈ ഫോക്സിലൂടെ ലീക്കാവുന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഈ ഒരു വണ്ടിയിൽ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് അത്ര സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ അല്ല. നിങ്ങൾ കംഫർട്ട് പ്രതീക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു സസ്പെൻഷൻ കൊണ്ട് നിങ്ങൾക്ക് ഒരു കംഫർട്ടും കിട്ടില്ല. നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ചെറിയ കല്ല് കയറിയാൽ പോലും ആ ഒരു ചെറിയ തരിപ്പ് നിങ്ങളുടെ കൈ കിട്ടും. അത്രയ്ക്ക് സ്റ്റിഫായിട്ടുള്ളൊരു സസ്പെൻഷനാണ്. ഇത് സ്റ്റിഫാക്കിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് മെയിനായിട്ടൊരു ട്രാക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ഒരു സ്പീഡിന് വേണ്ടി പ്രിപ്പയർ അല്ലെങ്കിൽ സ്പീഡിന് വേണ്ടി മെയ്ഡ് ചെയ്തേക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പം കൂടുതലും റോഡിൽ സ്റ്റേബിളായിട്ട് നിൽക്കുക, ഓരോ കോർണറിലും സ്റ്റേബിളായിട്ട് നിൽക്കുക, ആ ഒരു കൺസെപ്റ്റ് ഫോക്കസ് ചെയ്താണ് ഈ വണ്ടിയുടെ ഒരു സസ്പെൻഷൻ ട്യൂൺ ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിലത്തെ കാര്യം പറയുകയാണെങ്കിൽ WTയുടെ ഒരു മോണോഷോക്ക് സസ്പെൻഷനാണ് ബാക്കിൽ വരുന്നത്. ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും പറഞ്ഞതിന് തുടക്കത്തിൽ ഈ വണ്ടി ലോഞ്ച് ചെയ്ത സമയത്തുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ക്രാഷ് ചെയ്ത് ഇതിൻ്റെ റിമ്മ് ബെൻഡായി പോകുക, അല്ലെങ്കിൽ റിമ്മെല്ലാം പൊട്ടി ചെതറി പോവുക, ഈ ക്രാഷ് ഗാർഡ് അല്ലെങ്കിൽ ബ്രേക്ക് ലിവർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊട്ടി പോകുന്നതായിട്ടുള്ളൊരു റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ KTMൻ്റെ ഒരു ഐഡിയോളജി വെച്ച് മേക്ക് ഇറ്റ് ലൈറ്റ് മേക്ക് ഇറ്റ് ഫാസ്റ്റ്, അതാണ് അവരുടെ ഒരു ഇത്. എന്ന് വെച്ചാൽ വണ്ടിക്ക് എത്ര വെയിറ്റ് പറയുന്നു അത്രത്തോളം വണ്ടി ക്വിക്ക് ആയിരിക്കും ആക്സിലറേഷൻ, അതാണ് അവരുടെ ഒരു മെയിൻ മോട്ടോ. ഈ വണ്ടി തന്നെയാണെങ്കിൽ ഒരു ചെറിയൊരു പോർട്ട്ഫോളിയോ ആടിയപ്പോഴത്തേക്ക് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ ഇത് ബെൻഡായതാണ്. പക്ഷേ ചെറിയൊരു പോർട്ട്ഫോളിയോ ആടിയപ്പോഴത്തേക്ക് ബെൻഡായി. പിന്നെ അവനത് അല്ലാതെ വർക്ക്ഷോപ്പിൽ കൊണ്ട് ക്ലിയർ ചെയ്തെടുക്കുമായിരുന്നു. അതുപോലെ ഫ്രണ്ടിലും ബെൻഡ് കൊണ്ടുണ്ട്. ഇതൊന്നും പക്ഷേ കാണിക്കുന്നത് വണ്ടിയുടെ ക്വാളിറ്റിൻ്റെ അല്ല, KTMൻ്റെ ആ ഒരു തനതായ ഒരു ശൈലിയിൽ എവിടെയൊക്കെ വെയിറ്റ് കുറയ്ക്കാം അവിടെ എല്ലാം വെയിറ്റ് കുറയ്ക്കുക എന്നുള്ള രീതിയിലാണ് ആ ഒരു വണ്ടി മേക്ക് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ തന്നെ ഈ വണ്ടിയുടെ ബോഡി നോക്കി കഴിഞ്ഞ് കാണാം, വെറുതെ ഒരു ടാങ്കും ബാക്കിലൊരു ടെയിൽ പീസും ഇവിടെ ഇത്രയും ഫുൾ ഓപ്പണായിട്ട് കിടക്കുന്നത്. ആവശ്യമില്ലാത്ത ഒരു സാധനം അവർക്ക് വണ്ടി വേണ്ട, വണ്ടിക്ക് വെയിറ്റ് വേണ്ട, ആ ഒരു രീതിയിലാണ് അവർ വണ്ടി ഉണ്ടാക്കുന്നത്. സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 7500 കിലോമീറ്ററാണ് പീരിയഡിക്കലി സർവീസ് വരുന്നത്. ഇതിന് മുമ്പുള്ള മോഡൽ 5000 കിലോമീറ്റർ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഈ വണ്ടി കഴിഞ്ഞിട്ടുള്ള മോഡലിലേക്കെല്ലാം ഒരു 7500 കിലോമീറ്റർ കഴിയുമ്പം പീരിയോഡിക് സർവീസ് പറയുന്നുണ്ട്. അതും ഒരു കണക്കിന് നല്ല കാര്യമാണ്. എന്ന് വെച്ചാൽ ഉടനെ ചെയ്യേണ്ട ഒരു കാര്യം വരുന്നില്ല. പിന്നെ സർവീസ് കോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 3 സർവീസ് ഫ്രീ സർവീസാണെന്ന് പറഞ്ഞാൽ ഓയിൽ ഫിൽറ്ററിൻ്റെയും പിന്നെ എയർ ഫിൽറ്ററിൻ്റെയും ഒക്കെ ക്യാഷ് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ബാക്കിയുള്ള സർവീസ് എന്ന് പറഞ്ഞാൽ പാർട്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കോസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ലേബർ ചാർജ് കൂടുതലാണെന്ന് വെച്ചാൽ കുറച്ച് കൂടുതലാണ്. അത്രേ എനിക്ക് സർവീസിനെ പറ്റി പറയുള്ളൂ. പിന്നെ മെയിൻ്റനൻസിൻ്റെ കാര്യം വരുമ്പോൾ ഈ വണ്ടിയുടെ എൻജിൻ മെയിൻ്റനൻസിനെ പറ്റി പറയുമ്പോൾ ഇത് റിഫൈൻഡ് ആണെന്ന് ചോദിച്ചാൽ ഒട്ടും റിഫൈൻഡ് അല്ല എൻജിൻ. വൈബ്രേഷൻ ഉണ്ടെന്ന് വെച്ചാൽ അന്യായ വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. ആ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുൾ പവറും വൈബ്രേഷനായിട്ട് വണ്ടിയുടെ പല ഭാഗങ്ങളിൽ എത്തുന്നുണ്ട്. ഞാൻ സ്ഥിരം ഓടിക്കുന്ന ഒരു വണ്ടിയാണ്. ഇപ്പം ഇതിന് മെയിനായിട്ട് എനിക്ക് വൈബ്രേഷൻ കിട്ടുന്നത് ഇതിൻ്റെ ഹാൻഡിൽ ഏകദേശം തരിപ്പ് കിട്ടുന്നുണ്ട്, ഫുഡ് പാക്ക് നല്ല രീതിയിൽ തരിപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ സീറ്റിലും നല്ല രീതിയിൽ ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ ഇത് ഒരു റൈഡ് കംഫർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങളൊരു സിറ്റി യൂസ് ഒക്കെ ആണെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് മടുക്കും. കാരണം ട്രാഫിക്ക് കിടന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വണ്ടി ഹീറ്റായി കഴിയുമ്പം നിങ്ങൾക്കറിയാമല്ലോ ഏകദേശം ആ എഞ്ചിൻ്റെ മണ്ടക്കിടാണ് ഹെഡർ പൈപ്പ് വരുന്നത്. കറക്റ്റ് നിങ്ങളുടെ തുടയിലോട്ടും കാലിലിടയിലോട്ടും ഒക്കെ തന്നെയായിരിക്കും നല്ല രീതിയിൽ ഹീറ്റ് അടിച്ച് വരുന്നത്. പിന്നെ നിങ്ങളിപ്പം ഒരു സ്ലിപ്പറോ അല്ലെങ്കിൽ ഒരു ഷോർട്ട്സ് ഒക്കെ ഇട്ടുണ്ടാവണമെങ്കിൽ എല്ലാം കരിഞ്ഞു പോകത്തേ ഉള്ളൂ. അതുപോലെ അമ്മാതിരി ഹീറ്റ് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ ജർഷനൊക്കെ പറഞ്ഞതുപോലെ വണ്ടി ഓഫ് ആവുന്ന ഒരു ഇഷ്യൂ ഇതിനില്ല. റിലയബിലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ
കറക്റ്റ് ഒരു കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന രീതി കൊണ്ട് നടന്നില്ലെങ്കിൽ ഈ വണ്ടി ചതിക്കും. കാരണം കറക്റ്റ് സമയത്ത് സർവീസ് ചെയ്ത് വേണ്ട കാര്യങ്ങൾ അന്നേരം റീപ്ലേസ് ചെയ്ത് കൊണ്ട് നടക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു എഞ്ചിൻ ലൈഫ് കിട്ടും. അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് സർവീസ് ചെയ്യാതെ തോന്നിയ പോലെ ജസ്റ്റ് ഒരു വണ്ടിക്കൊരു റെസ്പെക്റ്റ് കൊടുക്കാത്ത രീതി വണ്ടിയെ കൊണ്ട് നടക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വണ്ടിയുടെ സൈഡിൽ നിന്ന് എഞ്ചിൻ പണികൾ വരും. ഇപ്പോൾ അത് പിന്നെ ആ കംപ്ലയിൻറ്റ് മാറ്റിയെടുക്കണമെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ പോക്കറ്റും കാലിയാകും. കാരണം നല്ല രീതിയിൽ ഇതിൻ്റെ സ്പെയറിനൊക്കെ റേറ്റ് വരുന്നുണ്ട് ഈ വണ്ടിയുടെ. അപ്പം സർവീസിനെ പറ്റിയും പിന്നെ റിലയബിലിറ്റിയെ പറ്റി എനിക്ക് അത്രയും പറയുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് ചെയിൻ മെയിൻ്റനൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ വണ്ടിക്ക് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ 32,000 കിലോമീറ്റർ വണ്ടി ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ ഇപ്പം കിടക്കുന്നത് ഒരു 3ാമത്തെ സെറ്റ് ചെയിനാണ്. ആദ്യത്തെ ഒരു സെറ്റ് ചെയിൻ ഒരു 8,000 കിലോമീറ്റർ മാറിയിട്ടുണ്ട്. പിന്നെ ചെയിൻ്റെ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ആൾ യൂസ് ചെയ്യുന്നതിന് അനുസരിച്ചാണ് ഇരിക്കുന്നത്. കാരണം ഇപ്പം കറക്റ്റ് സമയത്ത് ക്ലീൻ ചെയ്യുക, കറക്റ്റ് സമയത്ത് ലൂബ് ചെയ്യുക. പിന്നെ ഈ ചെയിൻ ഡാമേജ് ആകുന്ന ഒരു മേജർ റോൾ നമ്മുടെ റോഡ് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പം നല്ലൊരു റോഡിൽ കൂടെ നിങ്ങൾ വണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ലൈഫ് കിട്ടും. അതേസമയം ഇപ്പം ഈ ഓഫ് റോഡോ അല്ലെങ്കിൽ കണ്ടമാനം കുണ്ടും കൂടിയുള്ള റോഡിൽ കൂടെ ഒക്കെ ഓടിക്കുകയാണെങ്കിൽ കുറച്ച് ചെയിൻ്റെ സ്ലാക്ക് കൂടുകയും അങ്ങനെ ചെയിൻ്റെ ലൈഫ് കുറച്ച് ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഓവർ ടൈറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓവറായിട്ട് ലൂബ് ചെയ്താലോ ഒക്കെ ചെയിനെ അഫക്റ്റ് ചെയ്യാനുണ്ട്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ ഇൻ കേസ് ഇപ്പോൾ ഷോറൂമിൽ വണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഷോറൂമിലല്ലേ പുറത്ത് എവിടെയോ ഇപ്പം ചെയിൻ ടൈറ്റ് ചെയ്യാൻ കൊടുക്കുന്നു. അപ്പം കറക്റ്റ് ആ ഒരു സ്ലാക്ക് അനുസരിച്ച് ഇതിനെല്ലാം ഒരു സ്ലാക്ക് ഉണ്ട്. ഒരു ഇത്ര പ്ലേ വെച്ച് ടൈറ്റ് ചെയ്യാവുന്നുണ്ട്. അതിൽ കൂടുതലല്ലാതെ ഓവർ ടൈറ്റ് എല്ലാം ചെയ്യുകയാണെങ്കിൽ ചെയിൻ ഓവർ ടൈറ്റ് അല്ലെങ്കിൽ ലൂസ് ടൈറ്റ് ആകും. പിന്നെ ടൈറ്റ് ചെയ്താലും ലൂസായി തന്നെ കിടന്ന് അടിക്കുന്ന അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാകും. പിന്നെ ഈ ഒരു പർട്ടിക്കുലർ ചെയിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് KTMൻ്റെ സ്റ്റോക്ക് ചെയിനല്ല. ഇത് അവൻ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്താണ്. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചേക്കാണ്, ഇതൊരു ഗോൾഡ് പ്ലേറ്റഡ് പോലത്തെ ഒരു ചെയിനാണ്. ഇതവനല്ലാതെ ആഫ്റ്റർ മാർക്കറ്റായിട്ട് വാങ്ങിച്ചതാണ്. 3ാമത്തെ ചെയിനാണ്. ഇതിന് ഏകദേശം 3,600 രൂപയോളം വന്നിട്ടുണ്ട്. ആണെങ്കിൽ ഗിയർ എന്തുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ വണ്ടിയുടെ ഗിയറിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. KTMൻ്റെ ഒട്ടുമിക്ക വണ്ടി ഷോർട്ട് ഗിയറാണ്. മീൻസ് പടപടാന്ന് ഗിയർ ഇട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പം നിങ്ങൾക്ക് ഒരു മിനിമം ഒരു ടോപ്പ് ഗിയറിൽ പോകണമെങ്കിൽ വണ്ടി ഒരു 80 കിലോമീറ്റർ സ്പീഡിലെങ്കിലും മിനിമം ആയാലും നിങ്ങൾക്ക് ഒരു 6th ഗിയറിൽ വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞത് സിറ്റി കണ്ടീഷൻസിലൊക്കെ ഈ വണ്ടി കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി മെനക്കെട്ട കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടായിരിക്കും. ചൂടും അടിച്ച് വണ്ടിയും കണ്ടവനെ ഹീറ്റായി നല്ല രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ വെറുത്ത് പോകും വണ്ടി. ഈ വണ്ടിക്ക് പറ്റിയ റോഡെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ തിരക്കൊഴിഞ്ഞ റോഡ്, അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഹൈവേ, അല്ലെങ്കിൽ ഒരു ട്രാക്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഫുൾ എൻജോയ്മെൻറ്റ് അവിടെ കിട്ടത്തുള്ളൂ. ഒരു തിരക്കേറിയ റോഡിൽ അല്ലെങ്കിൽ ഒരു ചെറിയ പോക്കറ്റ് റോഡിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ വണ്ടി നിങ്ങൾക്കും ഇഷ്ടപ്പെടത്തില്ല, തീരെ ഇഷ്ടപ്പെടത്തില്ല. അടുത്ത കാര്യം പറയുകയാണെങ്കിൽ ഈ സീറ്റാണ്. ഈ 2 സീറ്റും ഞാൻ ഈ സീറ്റിൻ്റെ അത്ര ഫാനല്ല. കാരണം പാറ പോലെ കട്ടിയുള്ള 2 സീറ്റാണ്. ഇപ്പം കംഫർട്ട് ഉണ്ടോയെന്ന് വെച്ചാൽ ഒട്ടും കംഫർട്ട് വരാത്തൊരു സീറ്റാണിത്. ഭയങ്കര കട്ടിയാണ്. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന മോഡൽസിനകത്തെല്ലാം കട്ടി കുറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം കുഷൻ വരുന്നുണ്ട്. പക്ഷേ ഇത് ഭയങ്കര കട്ടിയുള്ള ഒരു സീറ്റാണ്. ഇത് രണ്ടും വരുന്നത്. പില്ലൻ സീറ്റാണെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര വെറുതെ ഒരു പലക കഷ്ണത്തെ കുറച്ച് തുണി കെട്ടി വെച്ചേക്കുന്ന പോലെ ഒരു സീറ്റാണ്. പിന്നെ ഈ ഒരു സീറ്റിന് സേഫ്റ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ഒട്ടും സേഫ്റ്റി പറയത്തില്ല. ഇൻ കേസ് വണ്ടിക്ക് നിങ്ങളറിയാലോ നല്ല ത്രോട്ടിൽ റെസ്പോൺസ് ഉള്ളൊരു വണ്ടിയാണ്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ത്രോട്ടിൽ കൊടുക്കുമ്പോൾ 1 മില്ലിമീറ്ററെങ്കിലും ത്രോട്ടിൽ തിരിയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. ഇപ്പം പരിചയമില്ലാത്ത ഒരാൾ ഇതിൻ്റെ പുറകെ കയറിക്കുകയാണെങ്കിൽ ഈ റൈഡർ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ആൾ തലയും കുത്തി താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. ഇതിനെ കോംപ്രമൈസ് ചെയ്യണം. ഇതിൻ്റെ ഒരു നെഗറ്റീവിനെ കോംപ്രമൈസ് ചെയ്യണമെങ്കിൽ നിങ്ങളിപ്പോൾ ലോങ് റൈഡോ അങ്ങനെ എന്തെങ്കിലും പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജെൽ സീറ്റോ അങ്ങനെ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്താൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇനി വണ്ടിയുടെ സീറ്റിംഗ് പോസ്റ്ററിനെ പറ്റി ഞാൻ കയറി ഇരുന്നിട്ട് പറയാം. ഈ വണ്ടിയുടെ ഹൈറ്റ് ഏകദേശം 800 mm ആണ്. എന്നെ സംബന്ധിച്ച് ഞാൻ അത്ര ഹൈറ്റ് ഉള്ള ഒരാളല്ല. എനിക്ക് ഏകദേശം 168 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് 2 കാലും കുത്തണമെങ്കിൽ എൻ്റെ ടോയിലേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു കാലം മാത്രം ഒരു ഫുഡ് റെസ്റ്റ് ആണെങ്കിൽ ഒരു കാലിൽ ഫുള്ളി കുത്താം. അല്ലാതെ 2 കാലും കുത്തണമെങ്കിൽ എനിക്ക് ടോയിലേ പറ്റത്തുള്ളൂ. ബട്ട് സ്റ്റിൽ എനിക്ക് മാനേജ് ചെയ്യാവുന്ന ഒരു ഇതേ ഉള്ളൂ. കാരണം വണ്ടിക്ക് വലിയ വെയിറ്റ് ഇല്ല, എത്രയും പവറുള്ള വണ്ടിയാണ്, വണ്ടി ലൈറ്റ് വെയിറ്റ് ആണ്, അങ്ങനെ ഒരു ഫീലാണ്. പിന്നെ ഹാൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് അങ്ങ് കുനിഞ്ഞ് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് ഓടിക്കാം. അല്ലെങ്കിൽ ഇച്ചിരി സ്പോർട്ടിയായിട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സീറ്റിലോട്ട് ബാക്കിലോട്ട് മാറുന്നാൽ നമുക്കൊന്ന് ടക്കിൻ ചെയ്യുന്ന രീതിയിൽ ഇത് കുറച്ച് സ്പോർട്ടിയായിട്ട് ഓടിക്കാം. പിന്നെ ഫുഡ് ബാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം റിയർ സെറ്റ് ആയിട്ടുള്ളൊരു ഫുഡ് ബാക്കാണ്, അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ളൊരു ഫുഡ് ബാക്കാണ് വരുന്നത്. പിന്നെ ടാങ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ടാങ്കാണ് വരുന്നത് ഈ വണ്ടിക്ക്. ഏകദേശം ഒരു 11 ലിറ്റർ അങ്ങാണ്ട് ഇതിന് കപ്പാസിറ്റി ഉള്ളൂ. പക്ഷേ ഇപ്പം BS4 BS6 ഒക്കെ ആണെങ്കിൽ ഒരു മെറ്റൽ ടാങ്കാണ് വിത്ത് 13.5 ലിറ്റർ കപ്പാസിറ്റി വരുന്നുണ്ട്. അതും നല്ല രീതിയിൽ ഇപ്പം ടൂറിങ്ങിനൊക്കെ ഈ വണ്ടി യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് അത് നല്ലൊരു അപ്ഡേഷനാണ്. ഇപ്പം ഈ വണ്ടിയുടെ ഒരു ആവറേജ് മൈലേജ് നോക്കി ഒരു 25-26 ആ ഒരു റേഞ്ചിലേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ വണ്ടി ടൂറിന് യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അത്യാവശ്യം കുറച്ച് ആളൊഴിഞ്ഞ ഏരിയയിൽ പോവുകയാണ്. ഇപ്പം ഒരു 300 കിലോമീറ്റർ മുകളിലൊക്കെ നിങ്ങൾ പോകുന്ന വിചാരിച്ചാൽ ചിലപ്പോൾ ആ ഒരു ഷോർട്ട് ഗ്യാപ്പിൽ ഇൻ കേസ് ഒരു പെട്രോൾ പമ്പോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ചിലപ്പം
ഈ ഒരു വണ്ടിക്ക് ഇപ്പം 10 ലിറ്റർ ഫുൾ ടാങ്ക് ഉണ്ട്. ഒരു ആവറേജ് ഒരു ഫുൾ ടാങ്കിൽ 250 കിലോമീറ്റർ ഓടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇടയ്ക്കൊന്ന് റീഫ്യൂൽ ചെയ്യേണ്ടി വന്നാൽ അങ്ങനെ ഒരു വള്ളിയൊക്കെ ചിലപ്പം കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിനൊരു ഇപ്പം ആഫ്റ്റർ മാർക്കറ്റിൽ ഇഷ്ടംപോലെ സൊല്യൂഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ജെറിക്കാൻ വേണമെങ്കിൽ കൊണ്ടു നടക്കും. അപ്പോൾ ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഇതിൽ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്ററും പിന്നെ സൈഡ് സ്റ്റാൻഡ് സെൻസറും വരുന്നുണ്ട്. അത് ഇപ്പോൾ ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇൻ കേസ് വണ്ടി സ്റ്റാൻഡിലാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഗിയറിലിട്ട് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അതൊരു നല്ലൊരു ഫീച്ചറാണ്. എന്ന് വെച്ചാൽ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അറിവിൽ എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ വണ്ടി ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് സെക്കൻഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അങ്ങനെ ഈ വണ്ടി സെക്കൻഡ്സ് നോക്കുന്നവരാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പേഴ്സണലി നല്ല രീതിയിൽ അറിയാവുന്ന ഒരാളുടെ ഒരു വണ്ടിയാണെങ്കിൽ, അയാൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാണെങ്കിൽ നിങ്ങളത് നോക്കുന്നത് വന്നാൽ വളരെ നല്ലൊരു ഓഫറായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ സെക്കൻഡ്സിൽ ഈ വണ്ടിക്ക് ഏകദേശം 1.5 അല്ലെങ്കിൽ 1.60 ആ റേഞ്ചിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പക്ക നല്ലൊരു പീസ് ഓഫ് ജെം എന്നാണ് ഈ വണ്ടിയെ പറയാം. അതേസമയം ഇൻ കേസ് ഇപ്പം നിങ്ങൾ ഒട്ടും അറിയാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് ഇപ്പം നല്ല രീതിയിൽ ഇപ്പം പുറമേ കാണുമ്പോൾ വണ്ടി നല്ലതായിരിക്കും. ചിലപ്പം വണ്ടി സ്റ്റാർട്ടാക്കി ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിക്കുമ്പോൾ വണ്ടിക്ക് വലിയ സീൻ കാണത്തില്ല. പക്ഷേ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് 1-2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അതൊരു മെനക്കേടായിരിക്കും. അതുകൊണ്ട് ഈ വണ്ടി സെക്കൻഡ്സ് നോക്കുന്നവർ നോക്കിയും കണ്ടൊക്കെ നോക്കുക. എനിക്ക് അത്രയൊക്കെ അറിയാമല്ലോ. പിന്നെ ഞാൻ കുറേ അധികം പ്രസംഗിച്ചു വണ്ടിയെ പറ്റി. ഇനി ഈ വണ്ടിയുടെ പവർ എന്താണെന്ന് ഞാൻ ചെറിയൊരു ഇത് കാണിച്ചു തരാം. എന്ന് വെച്ചാൽ ഇപ്പം ഇവിടുത്തെ ഈ റോഡ് കണ്ടീഷൻസ് അനുസരിച്ച് ഇവിടെ ഇതിൻ്റെ വണ്ടിയുടെ ടോപ്പ് എൻഡ് അടിക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതിൻ്റെ ഒരു 4ാമത്തെ ഗിയർ വരികയെങ്കിലും ഇതിൻ്റെ ഒരു പവർ ഡെലിവറി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം അതിലേക്ക് പോവാം. ഈ വണ്ടി ഇറങ്ങിയപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ ആദ്യം ഈ വണ്ടിയെ കളിയാക്കിയൊരു കാര്യവും പിന്നെ മറ്റുള്ളവർക്കിടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഇപ്പം അതൊരു നഷ്ടമായി പോയെന്ന് പറയുന്നതായിട്ടുള്ളൊരു കാര്യമാണ് ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട്. അത് ഞാൻ ഒന്ന് കേൾപ്പിച്ച് തരാം. ഓക്കെ, അപ്പോൾ ഒരു ഷോർട്ട് റൈഡ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങളിതൊന്ന് കാണിച്ചു തരാം. ഈ വണ്ടി എത്രത്തോളം പുള്ളി എന്നുണ്ട് നിങ്ങളിന്ന് കാണിച്ചു തരാം. ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു റൈഡിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പിന്നെ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി തന്നെ ഞാൻ എൻ്റെ സ്വന്തം റിസ്ക് ചെയ്തതാണ്. ഇതൊട്ടും സേഫായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് ആരും ഇത് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യരുത് ഇത്രയും ഇങ്ങനെ ഒരു റോഡിൽ. ഓക്കെ, അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിപ്പം കണ്ടു കാണുമായിരിക്കും ഈ വണ്ടി എത്ര പെട്ടെന്ന് ഈ ഒരു സ്പീഡൊക്കെ നിസ്സാരമായിട്ട് ക്ലൈം ചെയ്യുന്നത്. അപ്പം ഈ വണ്ടിയുടെ ഒരു ഇപ്പോൾ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ നല്ലൊരു അപ്ഗ്രേഡ് ആയിരിക്കും ഈ വണ്ടി. അതേസമയം തന്നെ ഇപ്പം ഒരു ആക്റ്റീവ് കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഒരു 100 cc ആ ഒരു ബൈക്ക് കാറ്റഗറി കൊണ്ട് നടക്കുന്ന ഒരു കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ലൈസൻസ് കിട്ടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടിയൊന്നും അല്ല ഇത്. ഇതിന് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെ മേൽക്കൊണ്ട് നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഒരിക്കലും നിങ്ങൾക്കൊരു നല്ല എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരിക്കലും ഈ വണ്ടിയിലേക്ക് വരരുത്. അത് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു 200 cc എങ്കിലും മിനിമം നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ വണ്ടിയിലേക്ക് വരിക. അല്ലാത്ത വശം നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളുണ്ടാകും. അത്രേ എനിക്ക് പറയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോ. ഇതെൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം അതിനായിട്ടുള്ള കുഴപ്പങ്ങളും കുറവുകളൊക്കെ കാണും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാനെന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ അടുത്തൊരു ബൈക്കായിട്ട് കാണുന്നവരെ ഗുഡ് ബൈ, റൈഡ് സേഫ്. Yeah, my life is lovely now, I'm focused on me. You said you were about to die, I guess the car is on E. But see, I ain't even tripping, cause I just chose to believe that somebody gon' come around and give me just what I need.